നമ്മൾ ആദ്യമായിട്ട് മികാൽ സ്റ്റാറയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് പോലും അവിടെ കാണാൻ സാധിക്കില്ല. ആകെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് മാത്രമാണ്. സോ എല്ലാവരും ചോദിച്ചു അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലൊന്നും ആക്റ്റീവ് അല്ലായിരുന്നു എന്ന്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരം അദ്ദേഹം കഴിഞ്ഞ ദിവസം നടന്നൊരു പോഡ്കാസ്റ്റ് തന്നെ പറയുന്നുണ്ട്. അത് അദ്ദേഹം എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാറില്ലായിരുന്നു, കൂടുതലായിട്ട് ലിങ്ക്ഡിൻ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് 10 ലക്ഷം ഫോളോവേഴ്സ് അല്ലെങ്കിൽ 10 മില്യൺ ഫോളോവേഴ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യമായിരുന്നു അതോ അദ്ദേഹത്തിന് 10 ലക്ഷം ഫോളോവേഴ്സ് ആയിരുന്നു എന്ന കാര്യമായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും 10 ലക്ഷം ഒന്ന് തള്ളിയിട്ടുണ്ട്. അത് തള്ളാണോ എന്ന് എനിക്കറിയാം, കാരണം അദ്ദേഹത്തിന് ഇത് യൂസ് ചെയ്തറിയില്ലല്ലോ. സോ അദ്ദേഹത്തിന് ആ ഒരു നമ്പേഴ്സ് വന്നൊരു മിസ്റ്റേക്ക് ആയിരിക്കും. നമുക്ക് ആദ്യമായിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ 100K 1 മില്യൺ അതൊക്കെ എന്തുവാന്ന് നമ്മൾ വിചാരിക്കും. സോ അതുപോലെ അദ്ദേഹം കുറച്ച് പ്രായമായിട്ടുള്ള വ്യക്തിയാണ്. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്തായാലും ഇതുമായിട്ട് അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നോ ഇല്ലയോ, അദ്ദേഹത്തിൻ്റെ ഫേക്ക് അക്കൗണ്ടാണോ ഇപ്പോഴത്തേന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അത് ഫേക്കൊന്നുമല്ല, അത് കേരള ബ്ലാസ്റ്റേഴ്സ് ജോയിൻ ചെയ്തപ്പോൾ അദ്ദേഹം തുടങ്ങിയൊരു അക്കൗണ്ടാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ് പറഞ്ഞ് തുടങ്ങിയ ഒരു അക്കൗണ്ടാണ്. കാരണം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ സംഭവവും ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് നടക്കുന്നത്. സോ അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു അക്കൗണ്ട് തുടങ്ങിയത്. നേരത്തെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ലിങ്ക്ഡിൻ അക്കൗണ്ട് മാത്രമായിരുന്നു, അല്ലാതെ ഇൻസ്റ്റാഗ്രാം ഇല്ലായിരുന്നു. സോ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ച് അത്ര വലിയ പരിചയമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് അക്കൗണ്ട് എടുത്തപ്പോൾ തന്നെ എന്താ പറയുക, കുറേയധികം മെസ്സേജസ് ഒന്നും ഫാൻസിൻ്റെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ ഒരു ആവറേജ് അറ്റൻഡൻസ് എന്ന് പറയുന്നത് 28,000 29,000 ഒക്കെയാണ്. സ്റ്റേഡിയം ഇങ്ങനെ ഫുൾ നിറഞ്ഞിരിക്കും, ഭയങ്കര ഫോളോവേഴ്സുള്ള വലിയൊരു ക്ലബ്ബാണ് എന്നൊക്കെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പുകഴ്ത്തി ഒരു പോഡ്കാസ്റ്റ് അദ്ദേഹത്തിനോട് ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട്. അവർ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. പുതിയ കോച്ച്, പുതിയ പ്രതീക്ഷകൾ, എന്തായാലും നമുക്കൊരു കിരീടം, അതാണ് ഇമ്പോർട്ടൻ്റ്. അത് ഇപ്രാവശ്യമെങ്കിലും നേടാൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം.